ദ ജേർണലിസ്റ്റിലേക്ക് രണ്ടും കൽപ്പിച്ചുള്ള തീക്കളി ഇറാന്റെ ഇപ്പോഴത്തെ ആക്രമണങ്ങളെ അങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം തലങ്ങും വിലങ്ങും മർമ്മം നോക്കി തന്നെയാണ് ഇറാൻ പ്രഹരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനും അമേരിക്കയ്ക്കും മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ 10ഓളം രാജ്യങ്ങൾക്ക് ശക്തമായ പ്രഹരം കഴിഞ്ഞ 12 മണിക്കൂർ കൊണ്ട് നൽകാൻ ഇറാന് കഴിഞ്ഞിരിക്കുന്നു. അത് ഇറാന്റെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ എന്നതിൻ്റെ വ്യക്തമായ അടയാളമായി വേണം കാണാൻ. കാരണം ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല എന്നും ഞങ്ങളുടെ പരമോന്നത നേതാവടക്കം 40 ഉന്നതരെ വധിച്ച അമേരിക്കയ്ക്കും ഇസ്രായേലിനും കനത്ത ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യുമെന്നുമാണ് ഇറാൻ പരോക്ഷമായി ഈ ആക്രമണങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 12 മണിക്കൂറിനിടെ 6 ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണമുണ്ടായി. പല മിസൈലുകളെയും ഡ്രോണുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർത്തു എന്ന് ഗൾഫ് രാജ്യങ്ങൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആ സുരക്ഷാ വലയങ്ങളൊക്കെ ഭേദിച്ച് പലയിടങ്ങളിലെയും അമേരിക്കൻ കേന്ദ്രങ്ങളിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങൾ ഔദ്യോഗികമായി ഇത്തരം ആക്രമണങ്ങൾ സ്ഥിരീകരിക്കാൻ സമയമെടുക്കും. പക്ഷേ അവിടെയുള്ള ജനങ്ങൾ പലരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അമേരിക്കൻ കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ തീയും പുകയും ഉയരുന്നതിന് ദൃശ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ ഒന്നുറപ്പാണ്, വ്യാപകമായി തന്നെ പലയിടങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. ഇത് മാത്രമല്ല, GCC രാജ്യങ്ങൾ ഇപ്പോൾ അടിയന്തര യോഗം ചേർന്ന് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ചർച്ചകൾക്ക് തുടക്കമിടാൻ പോവുകയാണ് എന്ന് 3 മണിക്കൂർ മുമ്പ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും അതിന് ഇറാൻ വഴങ്ങാതെ, അല്ലെങ്കിൽ അത്തരമൊരു നീക്കത്തിന് ഇറാൻ കൈകൊടുക്കാതെ ഈ യുദ്ധം അവസാനിക്കില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. അതായത് ഇറാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ യുദ്ധം നിങ്ങളായിരിക്കും തുടങ്ങുന്നത്, പക്ഷേ ഇതെങ്ങനെ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും എന്നതിലേക്ക് ഇറാൻ തന്ത്രപരമായി കാര്യങ്ങളെ എത്തിക്കുകയാണ്. കാരണം അത്രയും വലിയ പക ഇറാനുണ്ട്. ആയത്തുള്ള അലി ഖാംനെയി എന്ന ഷിയ മുസ്ലിം വിഭാഗങ്ങളുടെ ലോകത്തിലെ തന്നെ പരമോന്നതനായ നേതാവ്, ഒപ്പം അദ്ദേഹത്തിൻ്റെ ഉപദേശകൻ, പ്രതിരോധ മന്ത്രി, സൈനിക തലവന്മാരുൾപ്പെടെ 40 ഉന്നതരാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത ആക്രമണത്തിൽ ഒറ്റയടിക്ക് കൊല്ലപ്പെട്ടത്. വേറെ ഏത് രാജ്യമാണെങ്കിലും അതോടുകൂടി ആ ഭരണമോടെ നിലയ്ക്കും. ആ നാട്ടിൽ പിന്നെ പലതും സംഭവിക്കും. പാശ്ചാത്യ ശക്തികൾ കടന്നു കയറി ഭരണം പിടിക്കാൻ വരെ സാധ്യതയുണ്ട്. പക്ഷേ ഇറാൻ ആയതുകൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത്, തിരിച്ചടിക്കുന്നത്. കാരണം ഇത്തരം എന്തുതരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ ഫലപ്രദമായി തിരിച്ചടിക്കാനും പാശ്ചാത്യ ശക്തികളെ മരണം വരെ പോരടിച്ച് പുറത്താക്കാനും ഇറാൻ നേരത്തെ തന്നെ പദ്ധതികൾ ഉണ്ടാക്കിയിരുന്നു എന്നു തന്നെ വേണം കരുതാൻ. ആയത്തുള്ള അലി ഖാംനെയി തന്നെ നേരത്തെ എങ്ങനെയായിരിക്കണം തൻ്റെ അഭാവത്തിൽ ഈ രാജ്യത്തെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നത് സംബന്ധിച്ച് വ്യക്തമായ ചിത്രം തയ്യാറാക്കി വെച്ചിരുന്നു, അല്ലെങ്കിൽ വ്യക്തമായി തന്നെ അത് തൻ്റെ പിൻഗാമികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ കലിയടങ്ങാതെയുള്ള കനത്ത ആക്രമണങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. നോക്കുക, ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വാണിജ്യ, വ്യവസായ, സൈനിക കേന്ദ്രങ്ങളെ ഒറ്റയടിക്ക് തന്നെ ആക്രമിക്കുന്ന, ഒരേ സമയം ഇത്തരം പല മേഖലകളെയും ആക്രമിക്കുന്ന തരത്തിലുള്ള ഒരു ടാക്ടിക്കൽ അപ്രോച്ചാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിക്കുന്നത്. അതായത് വാണിജ്യ, വ്യവസായ കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ, പല രാജ്യങ്ങളുടെയും റിഫൈനറികൾ, ചരക്കു ഗതാഗത മാർഗങ്ങൾ, UAE-യിലെ ആമസോൺ ഡാറ്റാ സെൻറ്റർ അടക്കം ആക്രമിച്ചു എന്നാണ് പുതിയ വാർത്തകൾ. അവിടെ നിന്ന് പുക ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഇനിയും സ്ഥിരീകരിക്കണം, പക്ഷേ ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്ക്, UAE പോലുള്ള രാജ്യങ്ങളുടെ അഭിമാനമായിട്ടുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ഹോട്ടൽ നെറ്റ്വർക്കുകൾ, ഇവിടെയൊക്കെ ആക്രമണം നടത്തുമ്പോൾ ലോകം മുഴുവൻ ഭയപ്പാടിലേക്ക് പോവുകയാണ്. ഇറാനെ പിടിച്ചു നിർത്തിയേ പറ്റൂ എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ വരികയാണ്. നേരെ മറിച്ച് അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണങ്ങൾ ഇറാനെ മാത്രമാണ് ബാധിക്കുന്നത്, അത് വേറൊരു രാജ്യത്തെയും നേരിട്ട് ബാധിക്കുന്നില്ല. പക്ഷേ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ കഴിഞ്ഞ 12 മണിക്കൂറിനിടെ യൂറോപ്പിലെ സൈപ്രസ് ദ്വീപ് അടക്കമുള്ള ഇടങ്ങളിൽ 10 രാജ്യങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് ഏതാണ്ട് 1100 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇറാനിൽ നിന്ന്. അത്രയും ദൂരം സഞ്ചരിക്കുന്ന ഒരു മിസൈലിൽ 500 കിലോയിലധികം വരുന്ന സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോയി ഇസ്രായേലിൽ വലിയ സ്ഫോടനം ഇറാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്ഫോടനത്തിൻ്റെ വിവരങ്ങൾ അല്പസമയം മുമ്പാണ് അതിൻ്റെ വിശദ വിവരങ്ങൾ പുറത്തു വന്നത്. ഭൂഗർഭ അറ പോലും തകർന്ന് അതിനുള്ളിലുണ്ടായിരുന്ന 9 പേർ മരിച്ചു.
3 അമേരിക്കൻ സൈനികരെ കഴിഞ്ഞ 12 മണിക്കൂറിനിടെ ഇറാൻ കൊലപ്പെടുത്തി. കൂടുതൽ മേഖലകളിലേക്ക് ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ സെക്യൂരിറ്റി കൗൺസിൽ തുറന്നടിച്ചിരിക്കുകയാണ്. അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾ ഒരു ഒത്തുതീർപ്പിനും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി പറയുന്നത് എന്താണ്? ഞങ്ങൾ ഒരു തരത്തിലും സമയപരിധി യുദ്ധത്തിന് നിശ്ചയിച്ചിട്ടില്ല, ഞങ്ങളത് തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. അതിനിടയിൽ GCC രാജ്യങ്ങൾ യോഗം ചേർന്ന് ചർച്ച നടത്തണം, ഇറാനെ പിടിച്ചു കെട്ടണമെന്ന നിലയിലേക്കൊക്കെ ചർച്ചകൾ നടത്തുന്നു എന്ന് വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ഇറാൻ അതുമായി സഹകരിക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് ടെഹ്റാനിൽ വലിയ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുന്നു. 2ാം ഘട്ട ആക്രമണങ്ങൾ ഇന്ന് നടത്തി. മൊത്തത്തിൽ ടെഹ്റാനിൽ 500-ലധികം പേർ കൊല്ലപ്പെട്ടു എന്ന് വാർത്തകൾ വരുന്നു. 1000-ഓളം ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾ നിൽക്കുന്ന സ്ഥലങ്ങൾ, മിസൈൽ വിക്ഷേപിക്കുന്ന ഇടങ്ങൾ, ഇറാന്റെ പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളും ഒക്കെ ആക്രമിച്ച് തകർത്തു. അതായത് ഇറാന്റെ മിസൈൽ നെറ്റ്വർക്കുകളും ബാലിസ്റ്റിക് മിസൈൽ ശേഷിയുമൊക്കെ ഇല്ലാതാക്കി എന്നൊക്കെ ട്രംപ് പറയുമ്പോഴും ആ അവകാശവാദങ്ങളൊക്കെ പൊള്ളയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. നിരന്തരമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ സൗദി അരാംകോ ഓയിൽ പ്ലാന്റിലേക്ക് ആക്രമണം നടന്നിരിക്കുകയാണ്. അവിടെ ഡ്രോൺ പതിച്ച് സ്ഫോടനം ഉണ്ടായി എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സൗദി അരാംകോയിലേക്ക് നടന്നത് ഒരു ഡ്രോൺ ആക്രമണമാണ്, താരതമ്യേന ചെറിയ ആക്രമണമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിലും അത്തരം പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ച് തകർക്കുക എന്ന് പറയുമ്പോൾ അത് ലോകത്തെ മുഴുവൻ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകും. നമുക്കറിയാം, ഇന്ന് രാവിലെ നമ്മൾ കണ്ട ദൃശ്യം എന്താണ്? അമേരിക്കയുടെ F-15 എന്ന് പറയുന്ന വിമാനം കുവൈറ്റിന്റെ ആകാശത്ത് വെച്ച് ആക്രമണമേറ്റ് താഴേക്ക് വീണ് പൊട്ടിച്ചിതറുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത്. അത് ഇറാന്റെ ശക്തമായ മുന്നറിയിപ്പാണ്. അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങളും ഞങ്ങളുടെ റഡാറിലുണ്ട്, അത് മുഴുവൻ ഞങ്ങൾ തകർക്കും എന്ന സൂചന തന്നെയാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് മറ്റൊരു വാർത്ത വന്നത് ഹോർമുസ് കടലിടുക്കിൽ നിന്നാണ്. 3 കപ്പലുകൾ, എണ്ണ കപ്പലുകൾ അവിടെ അഗ്നിക്കിരയാക്കിയെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. അതിൽ കത്തുന്ന കപ്പലിന്റെ ഒരു ചിത്രവും ഒരു വീഡിയോയും ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് അവർ തലങ്ങും വിലങ്ങും കടുത്ത പകയോടുകൂടി ആക്രമണം നടത്തുകയാണ്. അയത്തുള്ള അലി ഖാംനെയി എന്ന തങ്ങളുടെ പരമോന്നത നേതാവിൻ്റെ രക്തസാക്ഷിത്വത്തിന് ശക്തമായി പ്രതികാരം ചെയ്യുമെന്ന് തന്നെയാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇറാന്റെ ഇപ്പോൾ ഭരണത്തിലുള്ള പുതിയ ഭരണാധികാരികൾ ആരും തന്നെ ഒരു ഒത്തുതീർപ്പ് ചർച്ചയിലേക്ക് പോകുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളും കാണാനില്ല. വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള അമേരിക്കൻ മാധ്യമങ്ങൾ രാവിലെ ട്രംപിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ചില വാർത്തകൾ കൊടുത്തിരുന്നു. ട്രംപിൻ്റെ ഈ ആക്രമണത്തിൽ ഇറാൻ ഭയന്ന് വിറച്ചു എന്ന മട്ടിലായിരുന്നു ആ വാർത്തകൾ. അതിൽ പറയുന്നത് ഉടൻ തന്നെ ഇറാൻ ഒരു ചർച്ചയിലേക്ക് വരും, ഒമാൻ അതിന് മധ്യസ്ഥം വഹിക്കും, ഒമാനുമായി ഇറാൻ ചർച്ച നടത്തി എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇറാൻ അത് പരിപൂർണമായി നിഷേധിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയ്ക്ക് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സാഹചര്യമുണ്ട്. ആദ്യഘട്ടത്തിൽ അമേരിക്ക പൊടുന്നനെ ഇറാനെ വരുതിയിലാക്കാം എന്ന നിലയിലേക്കാണ് ട്രംപിൻ്റെ വെല്ലുവിളികളും പ്രഖ്യാപനങ്ങളും ഒക്കെ വന്നതെങ്കിൽ ഇപ്പോൾ ട്രംപ് പറയുന്നത് 4 ആഴ്ചയിലധികമെങ്കിലും വേണ്ടിവരും. ഇറാൻ അത്രയും വലിയ രാജ്യമാണ്, അത്രയും വലിയ നെറ്റ്വർക്ക് ഉണ്ട്, അത് മുഴുവൻ തകർക്കാൻ ഇത്രയും നാൾ വേണ്ടിവരുമെന്ന് ട്രംപ് പറയുന്നു. ഇസ്രായേൽ 2ാം ഘട്ട ആക്രമണമാണ് ഇറാനിലേക്ക് നടത്തിയത്. പക്ഷേ ഇറാൻ 6 ഘട്ടങ്ങളിലായുള്ള ആക്രമണങ്ങൾ ഇതോടകം ഇസ്രായേലിലേക്ക് നടത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ ആക്രമണത്തിൻ്റെ കാര്യത്തിൽ ആദ്യം ഒരു വലിയ ആക്രമണം ഇസ്രായേലും അമേരിക്കയും നടത്തിയെങ്കിലും പിന്നീട് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങളുടെ തോത് കുറഞ്ഞു വന്നു. പക്ഷേ ഇറാനെ സംബന്ധിച്ച് അവർ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും കൂടുതൽ മേഖലകളിലേക്ക് ആക്രമണങ്ങൾ നടത്തുകയാണ്. ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഇറാൻ ആക്രമിക്കുമ്പോൾ 10ഓളം രാജ്യങ്ങളെ അത് നേരിട്ട് ബാധിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേലും ഈ അമേരിക്കയും ആക്രമിക്കുമ്പോൾ അത് ഇറാനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. അപ്പോൾ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളാണ് ലോകത്ത് കൂടുതൽ ഭീതി വിതയ്ക്കുന്നത്, കൂടുതൽ രാജ്യങ്ങളെ ഇൻവോൾവ് ആക്കുന്നതിൽ. അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങൾ ഒന്നുകിൽ എല്ലാവരും ചേർന്ന് ഇറാനെ ആക്രമിക്കുക എന്ന നിലപാടിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇവർ ഈ ഇത്രയും രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി സമാധാനത്തിനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഈ യുദ്ധം വ്യാപിപ്പിക്കും എന്ന സൂചന ഇറാൻ നൽകിക്കഴിഞ്ഞു. അവരതിൻ്റെ നടപടികളിലേക്ക് പോകുന്നു. അപ്പോൾ യുദ്ധം വ്യാപിച്ചു കഴിഞ്ഞാൽ ഇത്രയും രാജ്യങ്ങളെ ബാധിക്കും. ഈ എണ്ണ വ്യാപാരം, ലോകത്തിൻ്റെ ഏതാണ്ട് 40% എണ്ണ വ്യാപാരം തടയാൻ ഹൂത്തികളും ഈ പറയുന്ന ഇറാൻ്റെ ഫോഴ്സും ചേർന്നാൽ നടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും എണ്ണ കെട്ടിക്കിടക്കുകയും വ്യാപാരം നടക്കാതിരിക്കുകയും ചെയ്താൽ അന്താരാഷ്ട്ര തലത്തിൽ എണ്ണക്ഷാമം രൂക്ഷമാകും, വിലക്കയറ്റം ശക്തമാകും, എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും, അവിടെ സാമ്പത്തിക പ്രശ്നമുണ്ടാകും, സാമ്പത്തിക മാന്ദ്യമുണ്ടാകും, അതൊരു ആഗോള പ്രശ്നമായി ഉയർന്നു വരും. നോക്കുക, അമേരിക്കയും ഇസ്രായേലും ആക്രമിക്കുമ്പോൾ അത് ഇറാനെ മാത്രമാണ് ബാധിക്കുന്നതെങ്കിൽ ഇറാൻ തിരിച്ചടിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഇത്രയും രാജ്യങ്ങളെ ബാധിച്ചു. ഹോർമുസ് കടലിടുക്ക് ിന്റെ അനുരണനങ്ങൾ അന്താരാഷ്ട്ര എണ്ണ വിപണിയിൽ പ്രതിഫലിക്കാൻ അധിക സമയമൊന്നും വേണ്ട. ഒരു മാസത്തിനുള്ളിൽ തന്നെ അത് 2 ആഴ്ചക്കുള്ളിൽ തന്നെ അത് വലിയ തോതിൽ പ്രതിഫലിച്ചു തുടങ്ങും. ഇപ്പോൾ തന്നെ ആഗോളതലത്തിൽ ഓഹരി വിപണികൾ കൂപ്പുകുത്തുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. പലയിടത്തും മാന്ദ്യത്തിലേക്ക് പോകുമെന്ന റിപ്പോർട്ടുകൾ, സൂചനകൾ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കുക എന്നുള്ളത് ലോകത്തിൻ്റെ ആവശ്യമാക്കി മാറ്റുക എന്ന സമ്മർദ്ദ തന്ത്രത്തിലേക്കാണ് ഇറാൻ പോകുന്നത്. അതിനിടയിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കനത്ത നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് എന്തായാലും ഇറാൻ
ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ്. ഈ വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ ഇറാൻ്റെ വരുതിയിലേക്ക് കാര്യങ്ങൾ പൂർണ്ണമായി വരും. അല്ലെങ്കിൽ ഇറാൻ യുദ്ധം നിർത്താതെ ഈ യുദ്ധം അവസാനിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല. അതായത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഞങ്ങൾ യുദ്ധം നിർത്തുകയാണെന്ന് പറഞ്ഞാലും ഇറാൻ സമ്മതിച്ചില്ലെങ്കിൽ ഈ യുദ്ധം അവസാനിക്കാത്ത ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഇറാൻ രണ്ടും കൽപ്പിച്ചുള്ള തീക്കളി തന്നെയാണ് നടത്തുന്നതെന്ന് നിസ്സംശയം പറയാം.